അറിഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ചോരപ്പാടും അതുപോലെ കണ്ടിട്ട് നോക്കിയതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. വന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഈ വലിച്ചു പോയ പാടും പിന്നെ ഈ കമ്പിയിലാണെങ്കിൽ ചെറിയൊരു ഇറച്ചി കഷ്ണം കൂടി കിടക്കുന്നതായി കാണുന്നത്. ഈ മേഖല മൊത്തത്തിൽ എന്ന് പറയുകയാണെങ്കിലും ക്ഷീര മേഖലയെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ചെറിയ പശുക്കളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ വനവകുപ്പ് വന്നിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലിയാണെന്ന് തന്നെ. ഇല്ല, രാവിലെ എണീറ്റ് വന്നപ്പോൾ കൂട്ടിൽ നായനെ കാണാനില്ല. അപ്പൊ ചങ്ങല ഊരിപ്പോയതാണെന്ന് വിചാരിച്ചിട്ട് അടുത്ത് ചെന്ന് നോക്കിയപ്പോ അവിടെ ചോരപ്പാട് കണ്ടു. അപ്പോഴാണ് എന്തോ മൃഗം പിടിച്ചതാണെന്നുള്ളത് അറിഞ്ഞു മനസ്സിലായത്. അപ്പൊ നോക്കുമ്പോ ഇതിലങ്ങനെ പിടിച്ച് അങ്ങോട്ട് ആ തോളത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. ആ കമ്പിയിൽ ഇതിന്റെ തൊലിയൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. കമ്പി വലിച്ചിട്ട് വലിച്ചു. ഇതിലങ്ങ് കുറെ ദൂരം പോയിട്ടുണ്ട്. ഞങ്ങള് കുറച്ചങ്ങനെ പോയി നോക്കി. അപ്പൊ ഇവിടെ നിന്ന് തിന്നിട്ടില്ല. അവര് പറഞ്ഞ അധികം ദൂരം പോകില്ല, അതിന്റെ മുമ്പേ തിന്നുന്നാണ്. കുട്ടികളൊക്കെ ഉള്ള പുലിയൊക്കെ ആണെങ്കിൽ ചിലപ്പോ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടി അങ്ങനെയും കൊണ്ടുപോകുന്ന ഒരു രീതി പുലിക്കുണ്ട്. ഒരു മാസം മുന്നേ ഇവിടെ ഒരു കാട്ടിപ്പോത്ത് വന്നിരുന്നു. കാട്ടുപോത്താ? ഇതൊക്കെ എവിടുന്ന് വരുന്നത്? ആരുണ്ട്? അല്ല, ഫോറസ്റ്റ് അടുത്തില്ലല്ലോ. തോമരിമല എസ്റ്റേറ്റിൽ നിന്നാണ് കൂടുതലും വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. കരച്ചിലേട്ടനാണ് ഒന്ന് ടോർച്ചടിച്ച് വെക്കും. ഒരു ഇത് അതിലേ അങ്ങോട്ട് പോയി. ഇവിടെ ഒരു പാടുണ്ടല്ലോ. ഇതിൽ ഈ വഴിക്കാ പോയല്ലേ? ഏകദേശം അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ടത്. അവിടെ എത്തിയല്ലേ? നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അമ്പലവയൽ ആനപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രദേശത്ത് പുലിശല്യം നല്ല രീതിയിലുണ്ട്. വളർത്തു നായ്ക്കളെ അതുപോലെ തന്നെ ആടിനെയൊക്കെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. മിക്ക സ്ഥലത്തെയും അത് പുലിയാണെന്നുള്ള രീതിയിൽ തന്നെ സ്ഥിരീകരിച്ചു എന്നുള്ളതൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനാണ് സാധിച്ചത്. ഇപ്പോൾ വയനാട്ടിലെ പുലിശല്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് നാൾ മുന്നേ ഇവിടുന്ന് തന്നെ ഒരു കുറച്ച് ദൂരം മാറി, അതായത് ഒരു 8-10 കിലോമീറ്റർ മാറിയിട്ടുള്ള ഈ ചീരാൽ പ്രദേശത്തായിരുന്നു വലിയ പുലിശല്യമുള്ളത്. ആ ഒരു പുലിയെ പിടികൂടി കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത വിഷയം അമ്പലവയൽ ഭാഗത്താണ്. അപ്പോൾ ഇവിടെയൊന്നും ഈ അടുത്ത പ്രദേശത്തൊന്നും കാടില്ല. ഇവിടെ നിന്നൊക്കെ കാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണുള്ളത്. പക്ഷേ അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവമൊക്കെ നടന്നിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ നടന്ന പുലിയുടെ വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന അമ്പലവയൽ ചുള്ളിയോട് റോഡാണ്. ഇത് ആനപ്പാറ എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ ഒരു വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഈ വീട്ടിലെ ഒരു വളർത്തുനായയാണ് പുലി പിടിച്ചത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ ഒരു ശശീന്ദ്രൻ. ഈ സ്ഥലം ആനപ്പാറ അല്ലേ? ആനപ്പാറ പാലം. ഇത് ഇന്നലെ എത്ര മണിക്ക് എപ്പോഴാണ് സംഭവം നടന്നത്? ഞാൻ രാത്രി 2-2:30 ഉണ്ടാവും. അത് നല്ല മഴയല്ലേ? അതെ. ആ സമയത്താണ്. ഒച്ചയൊന്നും കേട്ടില്ല? ചെറിയൊരു സൗണ്ട് കേട്ടപ്പോ ഞാൻ പാല് തുറന്നു നോക്കിയതാ. അപ്പൊ അതിനെടുത്തിട്ട് അതിലെ കൊണ്ട് റബ്ബറിനെ വിളിക്കാണ്ട് ഓടി. പുലിയെ കണ്ടു? അല്ലേ? ചെറുതായിട്ടൊരു ഉള്ളു കണ്ടിട്ടില്ല, എന്നാലും പുലിയെന്ന് മനസ്സിലായില്ലേ? എവിടെ ഈ സ്ഥലം ശരിക്കും? ഫൊറോസ്റ്റാ? ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഉണ്ടോ? ഫോറസ്റ്റ് ഒന്നുമില്ല ഇവിടെ. ആട് മൂടിയിട്ട് ഗവൺമെന്റ് എത്ര വന്നാലും ഏരിയ കിട്ടില്ല. ഇങ്ങനെ ഫോറസ്റ്റുകാർ വന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു അവിടെ ഒന്ന് റെഡിയാക്കണം, അല്ലെങ്കിൽ പഞ്ചായത്ത് പേപ്പർ ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാള് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഭയങ്കര കാട് പിടിച്ചായിരിക്കും കിടക്കുന്നല്ലേ? ഈ റബ്ബറായതുകൊണ്ട് ഇവിടെ അപ്പറില്ല. അങ്ങനെ ഉപയോഗിക്കാതെ കുറെ സ്ഥലം കിടക്കുന്നുണ്ടല്ലേ? വളർത്തുനായെ പിടിച്ചത് ഈ പ്രദേശമാണ്, വീടിന്റെ പ്രദേശമാണിത്. ഇവിടെ കിടന്നല്ലേ? കെട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, കരച്ചിലേട്ടനാണ് ഞാൻ ഒന്ന് ടോർച്ചടിച്ച് നോക്കിയാ. ഒരു ഇത് അതിലേ അങ്ങോട്ട് പോയി. ഇവിടെ ഒരു പാടുണ്ടല്ലോ. ഇതിൽ ഈ വഴിക്കാ പോയല്ലേ? ഏകദേശം അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ടത്. അവിടെ എത്തിയല്ലേ? അപ്പൊ രാത്രിയല്ലേ, അങ്ങനെ എന്തായാലും പുലിയാണ്. പക്ഷെ പൂർണ്ണമായിട്ടും പോയി കാണാൻ പറ്റിയില്ല. അതെ. പിന്നെ കാൽപ്പാടൊക്കെ ഇന്നലെ കിട്ടിയായിരുന്നല്ലേ? കാൽപ്പാടൊക്കെ ഫുള്ളുണ്ടായിരുന്നു. ഇന്നലെ മഴ പെയ്തോണ്ട് എല്ലാം പോയില്ലേ? മഴ പെയ്തോണ്ടെല്ലാം പോയി. രണ്ടായാലും മൊബൈൽ എടുത്തുണ്ടോ? മൊബൈൽ എന്റെ കയ്യിലില്ല. മൊബൈലുള്ളത് വൈഫ് ഉണ്ടെങ്കിൽ വന്നിട്ട്. അപ്പൊ എന്താ ഫോറസ്റ്റ് വന്നിട്ട് പുലിയാന്ന് പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ ഇന്നലെ അതാ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതില് കാണുകയാണെങ്കിൽ കൂട് വെക്കാന്നാ പറഞ്ഞത്. ഇതിനു മുന്നേ ഈ പ്രദേശത്ത് ഇങ്ങനെ പുലിയെ അങ്ങനെ കണ്ടില്ല. ഇല്ലല്ലേ? ഒരു മാസം മുന്നേ ഇവിടെ ഒരു കാട്ടിപ്പോത്ത് വന്നിരുന്നു. കാട്ടുപോത്താ? ഇതൊക്കെ എവിടുന്ന് വരുന്നേ? ആരുണ്ട്? ഒരു അല്ല, ഫോറസ്റ്റ് അടുത്തില്ലല്ലോ. തോമരിമല എസ്റ്റേറ്റിൽ നിന്നാണ് കൂടുതലും വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അത് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് തോമരിമലയ്ക്ക് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. ഫുള്ള് കാട് ആണല്ലേ? ഈ ഫോറസ്റ്റ് ഇല്ലാത്തടത്ത് ഇങ്ങനെ വന്യമൃഗങ്ങൾ ഇങ്ങനെ വരുമ്പോ വലിയ പ്രശ്നമല്ലേ? പിന്നെ പറയാറുണ്ടോ,
ഇത് മാത്രമല്ല നമ്മളെ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോഴേ അതെ അതെ അവരൊക്കെ ഒന്ന് ഇറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലേ ബുദ്ധിമുട്ടല്ലേ. പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടിയാൽ തന്നെ പരമാവധി ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ബത്തേരി ചുള്ളോട് റോഡ് അല്ലേ? പുല്ലോട് പ്രത്യേകത. ഇത് തികഞ്ഞ ജനവാസ മേഖല തന്നെയല്ലേ? ജനവാസം തികഞ്ഞ അല്ലേ? ഒത്തിരി വീടുകളുള്ള ഇതൊക്കെ ഒരുപാട് വീടുകളല്ലേ വന്നിട്ടുണ്ട്. താഴെ ഇവിടെ ഏറ്റവും അടുത്ത് ഫോറസ്റ്റ് ഉള്ള എവിടെയാ? ഇവിടെ അടുത്ത് ഫോറസ്റ്റ് വരാനില്ല. തമിഴ്നാട്ടിന്റെ ബോർഡറിന് മറ്റേ അയ്യങ്കല്ലി ആ ഭാഗത്താണ്, താളൂര് ഭാഗത്തല്ലേ? ഇവിടെ 4-5 ക്ലാസ്സല്ലേ ഉള്ളൂ താളൂര് അതെ അതെ ബോർഡറായില്ലേ. അതെ അതെ അപ്പൊ അവിടെയൊക്കെ ഈ ബത്തേരിയ മറ്റേ കുറച്ചൊക്കെ അല്ലേ പറയണേ. അതെ അതെ. അപ്പൊ അവിടുന്നാണ് കൂടുതലും വരുന്നതെന്നുള്ളതാണ്. ആ ഭാഗത്തുനിന്നായിരിക്കും അല്ലേ? അല്ലാതെ ഇവിടെ ഒന്നും ഫോറസ്റ്റ് ഇല്ല, അടുത്തൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ വീടിന്റെ പുറവശത്ത് ദിവസമായാണ് പിടിച്ചുകൊണ്ട് പോയത്. അതും ഈ വഴിക്ക് ഇങ്ങനെ ആണ് കൊണ്ടുപോയത്. നമുക്ക് ഇതിൽ ചെറിയൊരു പാട് കാര്യങ്ങളൊക്കെ കാണാം. ഇതാ പുലി പോയ അവിടെ തന്നെയല്ലേ? ഇവിടെ നേരെ താഴെ കൊല്ലിയ അവിടെ ഇതുപോലെ തന്നെ ഒത്തിരി കുറേ സ്ഥലം ഇങ്ങനെ ഉപയോഗിക്കാതെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വന്യജീവികളൊക്കെ ഇവിടെ വന്ന് തമ്പടിക്കുന്നതെന്ന് പറയുന്നത്. അടുത്ത ഒരു 5 കിലോമീറ്ററിന് അടുത്തൊന്നും ഫോറസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ പുലിയും കുറച്ച് നാൾ പിന്നെ കാട്ടുപോത്തൊക്കെ വന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വീടിൻ്റെ മുൻവശം തന്നെയാണ് ഉള്ളത്. ഇവിടെ ആയിട്ടായിരുന്നു കാൽപ്പാട് മെയിനായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ മിസ്സായി പോയതാണ്. ഇവിടെ ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ ഇല്ലാത്തിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട ആ ഒരു പ്രദേശത്ത് നിന്ന് ഒരു 1 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശമാണിത്. ആനപ്പാറ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഈ വീട്ടിലെ വളർത്തുനായയാണ് ഒരു 3-4 ദിവസം മുന്നേ പുലി പിടിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരോടും കൂടെ അതിനെക്കുറിച്ച് ചോദിക്കാം. ഇത് അതിൻ്റെ അടുത്ത് നടന്ന സംഭവം ആയതുകൊണ്ട് നമുക്ക് ഇവരോടും കൂടെ അതിനെക്കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? വേണുഗോപാൽ. ഈ സ്ഥലം ആനപ്പാറ തന്നെയല്ലേ? ആനപ്പാറ. ഇത് ഇപ്പം എത്ര ദിവസം? 5 ദിവസം കഴിഞ്ഞല്ലേ? 5 ദിവസം കഴിഞ്ഞു. എപ്പോഴാണ് ഇത്? രാത്രി എത്ര മണിയായപ്പോഴായിരുന്നു സംഭവം? ഇത് രാവിലെയാണ് കണ്ടത്, അതുകൊണ്ട് രാത്രി സമയം എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. ഒന്നും കേട്ടില്ല അല്ലേ? ഇല്ല, രാവിലെ എണീറ്റ് വന്നപ്പോ കൂട്ടില് നായനെ കാണാനില്ല. ഓഹോ, കൂട്ടിലെ കിടന്നേ? അപ്പൊ ചങ്ങല ഊരിപ്പോയതാണെന്ന് വിചാരിച്ചിട്ട് അടുത്ത് ചെന്ന് നോക്കിയപ്പോ അവിടെ ചോരപ്പാട് കണ്ടു. അപ്പോഴാണ് എന്തോ മൃഗം പിടിച്ചതാണെന്നുള്ളത് അറിഞ്ഞു. മനസ്സിലായത്. അപ്പൊ നോക്കുമ്പോ ഇതിലങ്ങനെ പിടിച്ച് അങ്ങോട്ട് ആ തോട്ടത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇങ്ങനെ ഇങ്ങോട്ടാ കൊണ്ടുപോയി? അതിലങ്ങോട്ട് പോയി. അത് ഒരു 5 ഏക്കർ തോട്ടം, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയതാ. ആ കമ്പിയിൽ ഇതിന്റെ തൊലിയൊക്കെ കുടുങ്ങിയിട്ടുണ്ട്, കമ്പി വലിച്ചിട്ട്. എനിക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമോ? കൂടെ ഒരു മരത്തിന്റെ പലക അടിച്ചതാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൂട്ടിൽ വെച്ചാണ് മറ്റേ പുലി കൊണ്ടുപോയി കേട്ടോ. ഇവിടുന്ന് ഉണ്ടായല്ലേ? വലിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വലിച്ചു ഊരിയെടുത്തതാ. കഴുത്ത് കടിച്ചത് പോയില്ലേ? ഇവിടെ ആകെ ചോരയായിരുന്നു. ചേട്ടൻ ഇവിടെ വേറെ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടോ? വേറെ പശുക്കളുണ്ട്. 2 പശുക്കളും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. പശുക്കളെ നോക്കി നടത്തുന്ന അതാണ് ഇപ്പൊ ഒരു പേടി. അപ്പൊ ഇവര് വന്നിട്ട് ഇപ്പൊ നെറ്റ് കെട്ടി രാത്രി ലൈറ്റൊക്കെ ഇടാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും പേടിയാണ്. പശുക്കുട്ടികളുള്ളതുകൊണ്ട് വീണ്ടും വരാൻ സാധ്യത ഉണ്ട് എന്നാണ് അവര് പറഞ്ഞല്ലേ? പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുള്ളത് ഇപ്പൊ അറിയില്ല. അവര് ക്യാമറയൊക്കെ വെച്ച് പോയിരുന്നു. ക്യാമറ ഇവിടെ ഉണ്ടല്ലേ? അത് പുലിയാന്ന് അവര് സ്ഥിരീകരിച്ചില്ലായിരുന്നല്ലോ? പുലിയ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. കാൽപ്പാടുണ്ട്. ഇതിലെ നല്ല ഉണ്ടായിരുന്നു. മഴ പെയ്ത് പോയതെല്ലാം പോയില്ലേ? പുലി തന്നെയാന്ന് അവരെ ഉറപ്പിച്ചു. ഇവിടെയൊക്കെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ കാൽപ്പാടുകളൊക്കെ പോയതാട്ടോ. എല്ലാം പോയില്ലേ? ഈ പ്രദേശത്ത് ഇതിന് മുന്നേ ഇങ്ങനത്തെ സംഭവം അടുത്ത കാലത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിന്റെ അടുത്ത് ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു 4 വീടപ്പുറം അതേപോലെ ആടിനെ കൂട്ടുന്നു. അത് ആടിനെ കൊണ്ടുപോയില്ല. ഈ പലകേന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കടിച്ച് അതിന്റെ കാല് പുറത്തേക്ക് വലിച്ച് ആടിനെ പരിക്കേൽപ്പിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. 2-3 ആഴ്ചയായില്ലേ? 2-3 ആഴ്ചയായി. പിന്നെ ഇപ്പൊ ഈ ഒരു 3 എണ്ണം അടുപ്പിച്ച് ഒന്ന് മേലെ ഒരാട്, പിന്നെ ഒന്ന് ഇത്, പിന്നെയാണ് ഇപ്പൊ അവിടെ പറയും. എല്ലാം പുലി തന്നെയാന്നാ പറയുന്നത്. ഇതും ഭൂരിഭാഗം ക്ഷീരമേഖല തന്നെയല്ലേ? ക്ഷീരമേഖല. ഇവിടെ എല്ലാ വീട്ടിലും അതാണ്. എല്ലാ വീട്ടിലും പശു ഉണ്ടാവും. ആദ്യങ്ങളും പശുക്കളും കുടിക്കും. വിഷയം വരുമ്പോ ആടും ഉണ്ട്. ആടൊക്കെ ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നല്ലേ? ആ അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തല്ലേ. അതെ. അത് ആലകൾ അടുത്താണ്, ചിലത് ആലകൾ ലേശം വിട്ടാണ്. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ രാത്രി അറിയില്ലല്ലോ. ഇവിടെ കുറേ സ്ഥലമല്ല തൊഴുത്തൊക്കെ ഉള്ള. ആ അടുത്തത് അവിടെ ചെറിയ പശുക്കളുണ്ടോ? ആ അപ്പോൾ ചെറിയ കുട്ടികളുണ്ട്, പുറത്തേക്ക് കെട്ടിയതാവും. അവിടെ കെട്ടി രാത്രി ആയാലും ഇത് അതെ ഇത് നെറ്റ് തൂക്കിയിടും, പിന്നെ ഉള്ളിൽ ലൈറ്റ് ഇടും. അങ്ങനെയൊക്കെ ചെയ്യാമല്ലേ അപ്പോൾ? ആ അങ്ങനെയൊക്കെ ചെയ്യാം, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക. ക്യാമറ എവിടെ വെച്ചേക്കുന്നത്? അത് അവിടെ അല്ലേ? ആണോ ഇവിടെ ക്യാമറ കാണാം കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. ഏതായാലും ഭീതിയിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത്. ഈ ഒരു പ്രദേശം അടുത്തടുത്ത പ്രദേശങ്ങളിൽ 3-4 ദിവസം ഇടപെട്ട് ഇങ്ങനെ പട്ടിയും ആടും ഒക്കെ ഇങ്ങനെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പുലിയാണ്, എല്ലാം തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും ഈ പ്രദേശത്തുള്ള കൂടുതൽ ക്ഷീരമേഖല ആയതുകൊണ്ട് അവരും വലിയ ബുദ്ധിമുട്ടി തന്നെയാണ് കേട്ടോ. വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇറക്കിക്കൊണ്ടു. ആ അവിടെ നിന്ന് ഇതിലെങ്ങനെയാണ് വലിച്ചു പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ വലിച്ചു, അവിടെ നിന്ന് വലിച്ച് ഇവിടെ ചാടിച്ച് ചാടിച്ച് ഇതിന് ഒരു വലിച്ചു പോയതിൻ്റെ പാടുണ്ടല്ലോ. ആ പാടുണ്ട്, അതിൻ്റെ കുറ്റീൻ്റെ ഇടയിൽ കൂടെ വലിച്ചു. അവിടെ ഒരു നാത്തിൻ്റെ പാടുണ്ടല്ലോ. അവിടെ ചവിട്ടി ഇടിച്ചിട്ടുണ്ട് ലേശം. ഇതവിടെ ലേശം ഇടിഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് ഇതിലെങ്ങനെയാണ് വലിച്ചു പോയത്, കയറ്റിക്കൊണ്ടുപോയി അല്ലേ? ഈ കാണുന്നൊക്കെ ചോരപ്പാടാത്? ആ ചോരപ്പാടാ. അന്ന് വലിച്ചു, അത് മാഞ്ഞില്ല, നല്ലതുണ്ടായിരുന്നു. 4 ദിവസം കഴിഞ്ഞിട്ട് ചോരപ്പാട്. പിന്നെ ഇതിലെ ഇതാ ഈ കമ്പിയിൽ തൊലി ഉണ്ടായിരുന്നു, അതിപ്പോ കാണാനില്ല. ഇതാ ഈ കൂടിനോട് അങ്ങ് വലിച്ചെടുത്തതാ. അപ്പൊ അവര് കൊറേ തൊലി, ഒരു കഷ്ണം തന്നെ മുള്ളുവേലിയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പോയത് ഇതിലെ വലിച്ച് ഇതിലങ്ങ് കുറെ ദൂരം പോയിണ്ടേ. ഞങ്ങള് കുറച്ചങ്ങനെ പോയി നോക്കി. അപ്പൊ ഇവിടെ നിന്ന് തിന്നിട്ടില്ല. അവര് പറഞ്ഞ അധികം ദൂരം പോകില്ല, അതിന്റെ മുമ്പേ തിന്നുന്നാണ്. പക്ഷെ ഇവിടെ അതിനെ തിന്നിട്ടില്ല, ഇവിടെ നിന്ന് കൊണ്ടുപോയത്. നിങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ ഒരു അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോ ഈ കുട്ടികളൊക്കെ ഉള്ള പുലിയൊക്കെ ആണെങ്കിൽ ചിലപ്പോ അത് കുട്ടികൾക്ക് തിന്നാൻ വേണ്ടി അങ്ങനെയും കൊണ്ടുപോകുന്ന ഒരു രീതി പുലിക്കുണ്ട്. അങ്ങനെ ആയിരിക്കാനും സാധ്യത, അങ്ങനെ ആവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാണ്. പക്ഷെ ഞങ്ങള് പുലീനൊന്നും കണ്ടിട്ടില്ല. അതെ. പക്ഷെ ഇന്നിപ്പോ പറയുന്ന മറ്റേ ശശീന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ടല്ലേ? കണ്ടു അല്ലേ? പുള്ളി കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളെ കണ്ട പോലെ തന്നെ അവിടെയാണ് കൂടിയിരിക്കുന്ന. ആ കൂട്ടിൽ നിന്ന് ആണ് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നത്. ഈ വഴിക്ക് ഇങ്ങനെ ആണ് വലിച്ചുകൊണ്ട് പോയത്. ഇവിടെ ഇതൊക്കെ ചോരപ്പാടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിലിങ്ങനെയാണ് വലിച്ചു കയറ്റി കൊണ്ടുപോയത് കേട്ടോ. ശരീരാവശിഷ്ടമൊക്കെ തൂങ്ങി കിടപ്പുണ്ടായിരുന്നു എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഇതിൻ്റെ പുറത്തോട്ടൊക്കെ തോട്ടങ്ങളാണ്. ഇനി ഈ പ്രദേശത്തിൻ്റെ ഒരു കിഴക്കുവശം പറയുകയാണെങ്കിൽ തോട്ടങ്ങളും ഇതുപോലെ വീടുകൾക്ക് അടുത്തടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. കാടൊന്നും ഉള്ള പ്രദേശമൊന്നുമല്ല. പക്ഷേ ഏതായാലും ഇത്തരം സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ അടുത്ത ദിവസങ്ങളിലൊക്കെ നടക്കുകയാണ് കേട്ടോ. പേരെങ്ങനെയാണ്? പേര് അനൂപ് കെ രാജൻ എന്നാണ്. ചേട്ടാ, അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളായിട്ട് വലിയ പുലിശല്യം അല്ലേ ഈ പ്രദേശത്തൊക്കെ? പല കഴിഞ്ഞ ആഴ്ചയാണ്. ഇത് വലിച്ചിൻ്റെ വീടാണ്. വലിച്ചിൻ്റെ വീട്ടിലത്തെ നായനെയാണ് ഇത് പുലി പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അത് അറിഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ചോരപ്പാടും അതുപോലെ കണ്ടിട്ട് നോക്കിയതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. വന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഈ വലിച്ചു പോയ പാടും പിന്നെ ഈ കമ്പിയിലാണെങ്കിൽ ചെറിയൊരു ഇറച്ചി കഷ്ണം കൂടി കിടക്കുന്നതായി കാണുന്നത്. ഈ മേഖല മൊത്തത്തിൽ എന്ന് പറയുകയാണെങ്കിലും ക്ഷീര മേഖലയെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ചെറിയ പശുക്കളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിന് ഈ വന്ന പോലെ കടുവ അടുപ്പിച്ച് വരുന്നത് ഭയങ്കര ഭീഷണിയാണ്. പുലി വരുന്നത്, കടുവയല്ല പുലി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ആനപ്പാറയിൽ ഇതുപോലെ തന്നെ ഒരു വളർത്തുനായെ പുലി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, വനവകുപ്പ് വന്നിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലിയാണെന്ന് തന്നെ. പക്ഷേ ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വശത്ത് വന്നത് പിന്നീട് ആ വശത്തേക്ക് വരുന്നില്ല എന്ന് തോന്നുന്നു. സ്ഥലത്ത് മാറിയാണ് പല സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മുടെ വീട്ടിലും ഈ ചെറിയ പശുക്കളും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ആവശ്യമുണ്ട്. വലിയ വിഷമമാണ്. ചെറിയ പശുക്കിടാവ് 1 മാസമായതൊക്കെ ഉണ്ട്. ഭയങ്കര ഭീഷണിയാണ് ഉള്ളത്. അപ്പോൾ ഈ വൈകുന്നേരമായി തന്നെ പുറത്തിറങ്ങാനൊക്കെ തന്നെ ഭയങ്കര ഭീതിയിലാണ് നമ്മൾ പൊതുവെ ഉള്ളത്. ഈ അടുത്തൊന്നും ഫോറസ്റ്റും കാര്യങ്ങളൊന്നും ഉള്ള സ്ഥലം പ്രത്യേകിച്ച് വയനാട് ഈ നെന്മേനി നമ്മുടെ ഈ പഞ്ചായത്തിലൊന്നും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫോറസ്റ്റ് അടുത്തൊന്നും ഇല്ല. ഫോറസ്റ്റ് അടുത്തില്ല. ഉള്ളത് നമ്മുടെ ഇവിടെ ഒരു തൗര്യല എസ്റ്റേറ്റ് ആണല്ലോ, കുറച്ച് അപ്പുറത്താണ്. മാറി തൗര്യല എസ്റ്റേറ്റ് ആണുള്ളത്. അത് വലിയൊരു എസ്റ്റേറ്റ് ആണ്. അവിടെ പറയുന്നത് നല്ലാതെ നമ്മുടെ ഈ പരിസരത്തേക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഭയങ്കര ഭീതിയിലാണ് ജനങ്ങൾ മൊത്തത്തിലുള്ളത്. ഫോറസ്റ്റർ വന്നിട്ട് പുലിയാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്യാമറ വെച്ച് പോയി, പക്ഷെ ക്യാമറയൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും അടുത്ത പ്രദേശങ്ങളിൽ കണ്ടവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കൂട് വെക്കുന്നവരൊന്നും പറഞ്ഞില്ല. പുലിയാണ് സ്ഥിരീകരിച്ച് കൂട് വെക്കുന്നതും പറഞ്ഞില്ല. ക്യാമറ വെച്ച് പോയി എന്നല്ലാതെ അവർ പ്രത്യേകിച്ച് വേറൊന്നും അവർ ചെയ്തിട്ട് കാണുന്നില്ല. പ്രശ്നമില്ലാത്ത ഏരിയയിൽ ചുറ്റോട് നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്.
അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് ആടിനെ കൊണ്ടുപോയ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും അത് കുറച്ച് ദിവസം ആയതാണ്, 1-2 ആഴ്ചയൊക്കെ ആയതാണ്. അപ്പോൾ നമ്മളിനി പോയിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ ഏതായാലും ഇത്തരം സംഭവങ്ങളൊക്കെ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് കേട്ടോ. വലിയ ഭീതിയിൽ തന്നെയാണ് അമ്പലവയൽ ആനപ്പാറ പ്രദേശത്തുള്ള ജനങ്ങളുള്ളതെന്ന് ആ കാര്യത്തിലൊരു സംശയം വേണ്ട. ഈ സ്ഥലങ്ങളെല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ടെല്ലാം ഒരേ പുലി തന്നെ ആകാനുള്ള സാധ്യതയാണ്. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ക്യാമറയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പശുവും കാര്യങ്ങളും ആടും ഒക്കെ ഉള്ളതുകൊണ്ട്, ക്ഷീരമേഖല ആയതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങനെ ഒരു ടെൻഷനിലും കൂടെയാണ്. കാരണം അവരുടെ പശുക്കൾക്കോ പശുക്കുട്ടികൾക്കോ ഒക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയും കൂടെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ്. അപ്പോൾ ദിനം വന്യമൃഗ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതല്ലാതെ ഒരു ശമനവും ഇല്ല. ഒരു പ്രശ്നം അവസാനിച്ച് കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം പൊങ്ങി വരികയാണ്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.